ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങൾ സുഖമായിരിക്കണം കേട്ടോ. ഇന്ന് രാവിലെ ലച്ചുമോൾ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ഞാൻ അടുക്കളയിൽ കയറിയതായിരുന്നു. രാവിലെ ചായക്ക് പൊടിദോശയാണ് ഉണ്ടാക്കുന്നത്. പൊടിദോശ അല്ലെങ്കിൽ നീർദോശ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ദോശയാണ്. ഒരു 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതൊന്ന് അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. പഞ്ചസാര ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചായപ്പൊടി പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതോടെ മാറ്റിയിട്ട് പാൽപ്പൊടി ഇട്ടിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഈ ദോശയ്ക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടില്ലെങ്കിൽ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാവും. ഓവർ ടൈറ്റായി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ദോശയാവും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ദോശ കിട്ടിയിരുന്നു. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല. തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഷാലുവിനുള്ള ചായയും ദോശയും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട്. അവന് മദ്രസ ഉണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ 9:30 ആകുമ്പോഴും മദ്രസയിൽ പോകണം. അപ്പോൾ അവന് ചായ കുടിച്ചിട്ട് മദ്രസയിൽ പോവാണ്. ഞാൻ തലേന്ന് ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലം കേക്ക് എന്ന് പറയാം. പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള നെയ്യ് അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുവിധം സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം ഇപ്പോൾ കുറേ ആയിട്ട് ബേക്കിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. 2 വർഷം മുൻപ് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത കാരണം ഒരു കേടുമില്ല, മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചായയും ആ ഒരു കേക്കും കൂടിയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ദോശയും മീൻകറിയും കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. ദോശയും മീൻകറിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും നമ്മുടെ ഇച്ചുമോനും മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും എൻ്റെ കൂടെ കൂടിയിട്ട് ദോശ കഴിക്കാനായിട്ട്. ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അടുക്കളയിൽ കയറിയിട്ട് ബാക്കി പണികളൊക്കെ നോക്കുക കേട്ടോ. നമുക്കിന്ന് സമൂസ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിരവക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചിരവക്കായ കറി വയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതുമാത്രമല്ല, എളുപ്പമായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനും കൂടിയാണല്ലോ. അപ്പോൾ ആദ്യം പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളിയും ഒരു മീഡിയം സൈസിലുള്ള ചിരവക്കായും പിന്നെ ഒരു 3 പച്ചമുളകും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കഷ്ണങ്ങളുടെ ഒപ്പം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായി പോയരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചിരവക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ ചെറിയ ഉള്ളിയും പിന്നെ സവാളയും ഉണക്കമുളകും കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് വറുത്തിട്ടാൽ നമ്മുടെ കൂട്ട റെഡിയായി. നമ്മൾ പ്രത്യേകിച്ച് അതിലേക്ക് പുളി പിഴിയോ ഒന്നും ചെയ്യേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ചാക്കിലാക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയായിരുന്നു. നമ്മളിങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കടയിൽ നിന്ന് ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് കേട്ടോ. അബിയുള്ള സമയത്ത് കഴിയുന്നതിനനുസരിച്ചൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ അവൻ പോയ കാരണം ഉപ്പ പച്ചക്കറിക്കും പോവും. പിന്നെ ഇപ്പോൾ ആരാ വാങ്ങിച്ചു കൊണ്ടുവരാനുള്ളത്? അപ്പോൾ ഇങ്ങനെ കടയിലേക്ക് വിളിച്ച് പറയും. അപ്പോൾ പലചരക്കടയിൽ നിന്ന് അവർ കൊടുത്തയക്കും. പച്ചക്കറി കടയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിച്ച് പറയും കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊടുത്തയക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ലച്ചുമോളെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അവളൊന്ന് കുളിപ്പിക്കട്ടെ വിചാരിച്ചു. ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ പലഹാരങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ദോശയല്ല പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷേ പിന്നെ അമ്മ പറഞ്ഞു എപ്പോഴും പത്തിരിയും ചിക്കൻ കറിയൊക്കെ തന്നെയല്ലേ, നമുക്ക് എന്തെങ്കിലും വേറെ ചായക്കടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്, എണ്ണ പലഹാരങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ സമൂസ ഉണ്ടാക്കുക, ചിക്കൻ സമൂസ, പിന്നെ അതുപോലെ തന്നെ അട പൊരിക്കുക, പിന്നെ പുഡിങ്, പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ തലേന്ന് കേക്കിന് ഉണ്ടാക്കി വെച്ചത്. അങ്ങനത്തതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയെന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കൽ കഴിയുമല്ലോ. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തട്ടിക്കൂട്ടി എടുക്കുക പറയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വേഗം പണികളൊക്കെ ചെയ്ത് വെക്കാട്ടാ. അപ്പോൾ ലച്ചുമോളെ കുളിപ്പിച്ച് കൊടുന്നപ്പോൾ അവൾ ഭയങ്കര കരച്ചിലേട്ടാ. ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിൽ നിന്നും പെണ്ണീറ്റേ ഉള്ളൂ കേട്ടോ. എന്നാലും ആൾക്കിനി പാലിന് വേണ്ടിയിട്ടാ കരയാണ്. അപ്പോൾ ഞാൻ വേഗം പാലൊക്കെ കൊടുത്തിട്ട് അവളെ ഉറക്കി.
അവളെ ഉറക്കി കെടുത്തിയാലല്ലേ നമ്മുടെ പണികളൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ഷാലും ഇച്ചൊക്കെ ഉള്ളത് കാരണം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്ത് വയ്ക്കുന്നത് നമ്മുടെ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് കോഫി പുഡിങ്ങാണ്, നമ്മുടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോഫി പുഡിങ് ഉണ്ടാക്കിയത്. ഇവിടെയൊക്കെ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ മിനിറ്റ് നേരം കൊണ്ട് തീരും കേട്ടോ. അത്രയും ഇഷ്ടമാണ് ഇവിടെ ഷാലുവിനും ഇച്ചുവിനൊക്കെ പുഡിങ്. നമുക്കൊന്നും ചിലപ്പോൾ കഴിക്കാൻ തന്നെ കിട്ടില്ല. അപ്പോൾ എന്തായാലും പുഡിങ് ഉണ്ടാക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഉച്ചയ്ക്കിലേക്ക് നമ്മൾ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിക്കട്ടെ ചെയ്തത്. ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ കറി വെക്കണ കാണിച്ചില്ലേ, അതുപോലെ അതിൽക്ക് ഉപ്പേരിയും ഒക്കെ ആയിട്ട് ചോറൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കൾ പറഞ്ഞു ബിരിയാണി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അട പൊരിച്ചെടുത്തു കേട്ടോ. ഈ അട പൊരിച്ചതെന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. നമ്മളിവിടെ നോമ്പിന് 27 രാവിലെ പള്ളിയിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഉമ്മ ചോദിക്കും എന്താ ഉണ്ടാക്കേണ്ടത്, ഇന്നെന്താ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒന്നാണ് കേട്ടോ, അട പൊരിച്ചാൽ മതി. അപ്പോൾ ഉമ്മ പറയും എല്ലാ പ്രാവശ്യം തന്നെ ചെയ്യൽ പറയുമ്പോൾ ഞാൻ പറയും ഇന്നും അതന്നെ മതിയാണ്. കാരണം അത്രയും ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ആ ഒരു സമയത്താണ് കൂടുതലായിട്ടും അങ്ങനെ അട പൊരിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഉമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പലഹാരങ്ങളുടെ കൂട്ടത്തിൽ അട പൊരിച്ചത് കൂടി ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ അടക്ക് പൊരിച്ചു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ട് ഉപ്പാക്ക് അത് കൊണ്ടുകൊടുത്തു. ഞാൻ പിന്നെ വേഗം ചിക്കൻ സമൂസക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി അത് സമൂസ ഷീറ്റിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചൂടോടെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. സമൂസ ഷീറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കട്ടെ ചെയ്തത്. ഈ ഒരു സമൂസ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഉപ്പാടെ ഉമ്മയും പിന്നെ അമ്മായിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അമ്മായി എന്ന് പറയണത് ഉപ്പാടെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മായിക്ക് കുട്ടീനെ കാണണമെന്ന് പറഞ്ഞിട്ടേ കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ അമ്മായി. അപ്പോൾ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോഴേക്ക് കുട്ടീനെ കാണാൻ കൊതിയായിട്ട് നമ്മുടെ ലച്ചുമോളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പലഹാരങ്ങളും സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കായ്പോളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴം നന്നായിട്ട് പഴുത്തിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അത്യാവശ്യം വലുപ്പത്തിലൊരു കായ്പോള സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങൾ. അട പൊരിച്ചത്, ചിക്കൻ സമൂസ, പുഡിങ്, കായ്പോള, പിന്നെ നമ്മുടെ പ്ലം കേക്ക്. അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ട് ഒക്കെ അടച്ചു വെച്ചു. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ നമ്മുടെ നിഷമാമിയുടെ അനിയത്തിയും കുട്ടിയാണ് കേട്ടോ. പിന്നെ കൂടെ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈവറും ഉണ്ടായിരുന്നു. അവർ വന്ന് ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നിട്ടാട്ടോ പോയത്. പിന്നെ അവരുള്ളപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവരോട് സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, അതാണ് കേട്ടോ അമ്മായി, ഉപ്പാടെ ഏട്ടൻ്റെ മോളാണ്. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിച്ചിട്ട് അവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ലച്ചുമോളെയും കൂട്ടിയിട്ട് കുറച്ച് നേരം കിടക്കട്ടെ വെച്ചിട്ട് റൂമിലേക്ക് വന്നാട്ടാ. രാവിലെ മുതൽ ഇങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് നടക്കില്ലേ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റൂമിൽ വന്നിട്ട് അവൾക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് അവൾക്ക് ഇടുന്ന് കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിഷമാമിയുടെ അനിയത്തി വരുമ്പോൾ മോൾക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2 ജോഡി ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള സോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ജോഡി സോക്സ് ഉണ്ടായിരുന്നു. പിന്നെ തലയിൽ വെക്കുന്ന ആ ഒരു ബോ ഇല്ലേ, അതുണ്ടായിരുന്നു. പിന്നെ 2 ഉടുപ്പ് തന്നെയാണ് കേട്ടോ. ഇത് ഒരു ബനിയൻ ടൈപ്പിലുള്ള ഒരു ഉടുപ്പാണ്. അപ്പോൾ ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഫോൺ പിടിക്കുന്നത്. അതിൻ്റെ ഒരു ഷേക്കിങ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഉടുപ്പ്. പിന്നെ ഇത് രണ്ടാമത്തെ ഉടുപ്പ് കേട്ടോ. ഇത് നമ്മൾ സാമിയിൽ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഈ ഒരു ഉടുപ്പ് കണ്ടതായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ഉടുപ്പ്. പക്ഷെ ഉമ്മ പറഞ്ഞ് കുറച്ച് മോഡൽ ഡ്രസ്സ് എടുത്തോന്നും പറഞ്ഞിട്ട് അന്ന് ജീൻസിൻ്റെ ഒരു ഹുഡിയും പിന്നെ അതുപോലെ തന്നെ ഒരു ട്രൗസറും വെച്ചെടുത്തതായിരുന്നു നമ്മുടെ അജുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. കാരണം അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കൂടെ ആയിരുന്നു ഇത്. പട്ടാമ്പിൽ സാമിയിൽ നിന്നാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ. ഡ്രസ്സൊക്കെ കണ്ടിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനും ലച്ചുമോളും ഇവിടെ കുറച്ച് നേരമൊക്കെ ഇടുന്നതായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇച്ചുമോൻ വന്നിട്ടുണ്ട്, പിന്നെ ഷാലും വന്നിട്ടുണ്ടായിരുന്നു. ഷാല് വന്നപ്പോൾ നമുക്ക് കുറച്ച് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലൂസ് പൊടിയുടെ റീൽസ് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലച്ചുമോളെയും വെച്ചിട്ട്. പിന്നെ നമുക്കിപ്പോൾ ലച്ചുമോളെയും വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ. ചില സമയത്ത് അവൾക്ക് ഭയങ്കര വാശിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്